ഇന്ന് സംസാരിക്കുന്നത് വരാഹി എന്ന ദേവതയെക്കുറിച്ചാണ്. മത്സ്യം, കൂർമ്മം, വരാഹം. ഈ വരാഹത്തിൻ്റെ പ്രാധാന്യം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. വരാഹമൂർത്തിക്ക് ദേവാലയം ഉണ്ട്, പലതും. ആമക്കാവ് എന്നൊരു സ്ഥലം തന്നെ ഉണ്ട്. ആമക്കാവ് എന്ന പേരിന് വലിയ അർത്ഥമുണ്ട്. ആമാവ് എന്നർത്ഥമുണ്ട്. അങ്ങാടിപ്പാട്ടെന്ന് ഞാൻ സീരിയൽ എഴുതിയപ്പോൾ അതിൽ കഥ നടക്കുന്നത് സാങ്കല്പികമായിട്ടുള്ള ഒരു ആമക്കാവില്ല. അത് ഞങ്ങളുടെ ആമക്കാവിനെ കുറിച്ചാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെ ആളുകൾ പറഞ്ഞു. ഞാനത് ചെവി കൊണ്ടതേ ഇല്ല. വേറെ പേരിടാം, പക്ഷെ ഈ അർത്ഥം കിട്ടില്ല. വരാഹി ഒരു മൂർത്തിയാണ്, ഒരു ദേവത ആണ്. ആ വരാഹി ദേവിയെ പ്രാർത്ഥിച്ചാൽ പല ഗുണങ്ങളും കിട്ടും. യഥാർത്ഥത്തിൽ എന്താണ് വരാഹം? ഹിരണ്യാക്ഷൻ ഭൂമിയെ രസാതലത്തിലേക്ക് കൊണ്ടുപോയി. ഈ ഭൂമിയുടെ തലം ഒന്നങ്ങോട്ട് മാറ്റി രസാതലത്തിലേക്ക് കൊണ്ടുപോയി. എന്താ ഈ വാക്കിൻ്റെ അർത്ഥം? എന്നിട്ടോ വിഷ്ണു ഒരു വരാഹത്തിൻ്റെ രൂപം വന്ന് അതിനെ തോണ്ടിയെടുത്തിട്ട് അവിടുന്ന് മാറ്റി. ഇതിപ്പോൾ എന്താ ഈ കഥയെന്ന് നമ്മൾ മനസ്സിലാക്കിയത്? ആരാണ് ഹിരണ്യാക്ഷൻ? സ്വർണത്തിലേക്ക് മാത്രം നോട്ടമുള്ളവൻ, ഇതാണ് ഹിരണ്യാക്ഷൻ. അപ്പം ആരാണ്? നമ്മൾ തന്നെ. അല്ലാതെ ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഹിരണ്യകശിപു സ്വർണം തലയണയാക്കി വെച്ച ഏട്ടാനിയന്മാരാ. എവിടെയെങ്കിലുമൊക്കെ ഒരു അസുരൻ ഉണ്ടായി എന്നുള്ള വർത്തമാനം നമ്മൾ പറഞ്ഞിട്ടെന്താ കാര്യം? നമ്മുടെ കാര്യമായി പറഞ്ഞത്. ആരാ ഹിരണ്യാക്ഷൻ? ഞാൻ PR നാഥനാ ഹിരണ്യാക്ഷൻ. പൈസയിലേക്ക് മാത്രം നോക്കണം, ഈ പണത്തിലേക്ക് മാത്രം. പണമുണ്ടാക്കുക, ധനം ഉണ്ടാക്കുക. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? സ്കോപ്പ് എന്ന് പറയുന്നത് എന്താ? ഇതിലും സ്കോപ്പുണ്ട് നിങ്ങൾ ഫോറിനിൽ പോയാൽ. ഇതാണ് ഹിരണ്യാക്ഷൻ, സ്വർണത്തിലേക്ക് മാത്രം അക്ഷി നോട്ടമുള്ളവൻ. കുറച്ചും കൂടി വിശദീകരിച്ച അർത്ഥം പറഞ്ഞാൽ കുറേ പറയാനുണ്ട്. ആ ആദ്യത്തെ അക്ഷരം അവസാനം, തുടക്കം അവസാനമൊക്കെ നമ്മൾ കാണുന്നതിനെ അക്ഷി എന്ന് വിളിക്കുന്നു, കണ്ണുകൾ. ഹിരണ്യാക്ഷത്തിന് ഈ ഒരൊറ്റ വിചാരമേ ഉള്ളൂ. അപ്പം എന്തു ചെയ്യും? നമ്മൾ ഓരോരുത്തരും ഹിരണ്യാക്ഷനാണ്. ഇപ്പം ആയി. ധാരാളം സമ്പത്ത് വന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് മിക്കവാറും എല്ലാവർക്കും നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഞാൻ പണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് എൻ്റെ 10 ഇരട്ടി ഇപ്പം ശമ്പളമുണ്ട്, പെൻഷൻ അന്നത്തെ ആളുകൾക്ക്. അപ്പോൾ പൈസ വേണം എല്ലാ കാര്യത്തിനും. നമ്മൾ ഹിരണ്യാക്ഷനായ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഭൂമിയെ രസാതലത്തിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ഭൂമിയെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഭൂമിയെ വേറെ റേഞ്ചിലേക്ക് മാറ്റുക എന്നല്ല, നമ്മുടെ ഭൂമിയെ രസത്തിൻ്റെ തലത്തിലേക്ക് മാറ്റും. നമ്മുടെ രുചി, നമ്മുടെ രസം, നമ്മുടെ നാക്ക്, എന്തൊക്കെ എവിടെയൊക്കെ തിന്നാൻ കിട്ടും. ഇപ്പം തന്നെ ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും മനസ്സിലാക്കലോ പഠിക്കലോ ഇല്ല. വലിയ റിസോർട്ട് പോയി താമസിക്കുക,
അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും, വറുത്തതും പൊരിച്ചതും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ഒരു പ്ലേറ്റ് എടുക്കുക, ഓരോന്നും ഇഷ്ടം പോലെ അങ്ങോട്ട് ഭക്ഷിക്കുക. ജീവിതം എന്ന് പറഞ്ഞാൽ നാക്കിൻ്റെ രുചി. പിന്നെ കുക്കറി ഷോ, ചേരാൻ പാടില്ലാത്ത ഏത് വസ്തുവിനും ചേർക്കും. ഇതകത്ത് പോയ ആമാശയത്തിന് ഇതിനെ വേർപെടുത്തണം എന്നുള്ള വിചാരം വേണ്ടേ? ചേരാൻ പാടില്ലാത്തതിനെ ചേർത്താൽ എന്തു ചെയ്യും? രുചി വർദ്ധിപ്പിക്കുക. ഏത് ആഹാര വസ്തുവും രുചി. വാർദ്ധക്യത്തിലെത്തി, അപ്പം രുചി തോന്നില്ല. കാരണം വയറ് പറയണത്ര വേണ്ടാന്നേ. രുചിയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം വിശപ്പില്ല എന്നാണ്. വിശപ്പ് വരുമ്പോൾ ഒരു രുചി വരാനുണ്ട്. ഒക്കെ രസാതലത്തിലേക്ക് ഉയർത്തി. ആധുനിക മനുഷ്യനെയാണ് ഈ വിളിക്കുന്നത് ഹിരണ്യാക്ഷൻ. കണ്ണുകൊണ്ട് എന്തൊക്കെ കാണാൻ പറ്റും അതിൻ്റെ രസത്തിലേക്ക് ഉയർത്തുക. വലിയ കെട്ടിടം വയ്ക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമാണ് എന്ന് പറയുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറുക. കോടികൾ മുടക്കിയിട്ട് സിനിമ എടുക്കുക. ആ കോടികൾ മുടക്കിയിട്ട് സിനിമ എടുക്കുന്ന സമയത്ത് ഈ കോടികൾ എങ്ങനെ ചിലവാകുന്നത്? കണ്ടമാനം വസ്തുക്കൾ നശിപ്പിക്കേണ്ടി വരും. കണ്ടമാനം കാര്യങ്ങൾ തീ വെച്ച് നശിപ്പിക്കേണ്ടി വരും. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. കണ്ണിനെ രസാതലത്തിലേക്ക് ഉയർത്തി. കാതിനെ എന്തൊക്കെ ചെവി കൂടെ കേൾക്കാം. കുറേ സംഗീതം, പാട്ട് ഡയറക്റ്റായിട്ട് ചെവിയിലേക്ക് കുത്തിക്കയറ്റുക. ഇയർഫോണിലൂടെ മാത്രം കേൾക്കുക. സംഗീതോപകരണങ്ങൾ, പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം. വീടിൻ്റെ അടുത്ത് റെസിഡൻഷ്യൽ അസോസിയേഷൻകാർ ഗാനമേള നടത്തിയപ്പോൾ ഇവിടെ വീട്ടിലിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ചെവിയെ കുത്തിക്കയറ്റുന്ന ശബ്ദം. പിറ്റേ ദിവസം അതിൻ്റെ സംഘാടകനാൾ ചോദിച്ചു, എന്തേ അങ്ങോട്ട് വരാഞ്ഞാന്ന്. ഞാനൊന്നും പറഞ്ഞില്ല, വരാൻ ഒഴിവ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഈ കാര്യം വിവരിച്ചില്ല. ബഹളമുണ്ടാക്കുക, ശബ്ദമുണ്ടാക്കുക, ചെവിക്ക് വിശ്രമം കൊടുക്കാതിരിക്കുക. സംഗീതം എന്ന് പറഞ്ഞാൽ ഇതല്ല, അത് വേറെ വിഷയമാണ്. ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കണ്ണ്, കാത്, മൂക്ക് കൊണ്ട് എന്തൊക്കെ രസം ആസ്വദിക്കാം. ചില ഹോട്ടലിൽ നിന്ന് അതിലെ പോകുമ്പോൾ തന്നെ ആ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കണമെന്ന് നമുക്ക് തോന്നും. ആ ഹോട്ടലിൽ നിന്ന് ഇപ്പം തന്നെ കയറി കഴിക്കണം തോന്നും. മൂക്കിനെ രസാതലത്തിലേക്ക് ഉയർത്തുകയാണ്. അനവധി സെൻറ്റ്, അത്തറ്, സ്പ്രേ, ഇതൊക്കെ മൂക്കിൻ്റെ കാര്യം. നാക്കിൻ്റെ കാര്യം, കണ്ണ്, കാത്, മൂക്ക്, നാക്കിൻ്റെ കാര്യം രസാതലത്തിലേക്ക് ഉയർത്തിയിട്ട് ഇപ്പം കഴിക്കുന്ന ഒന്നിനും സാധു പോരാ, ഇനി എവിടേക്ക് എത്തണം. പിന്നെ ത്വക്ക്, സ്പർശസുഖവുമായിട്ട് ബന്ധപ്പെട്ടു. ഈ സ്പർശസുഖവുമായിട്ട് ബന്ധപ്പെട്ടവർ ആരെങ്കിലും തൃപ്തി അടഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാൾ തൃപ്തനായി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഈ ലോകത്തെ സകല ദുരിതം ഉണ്ടാക്കുന്നത് സ്പർശസുഖം. ലോകം മുഴുവൻ ഇപ്പം എന്തിനാ നീങ്ങുന്നത്? ഈ ഭൂമിയെ രസാതലത്തിലേക്ക് ഉയർത്താനാണ് ലോകം മുഴുവൻ ശ്രമിക്കുന്നത്. ഇന്ന സ്ഥലത്ത് പോയാൽ കുറേ കൂടി തിന്നാൻ കിട്ടും. അപ്പോഴോ അവിടേക്ക് വിമാനം. രസാതലത്തിലേക്ക് പോയാൽ ശരിയാവുമോ? നമ്മൾ രസാതലത്തിലേക്ക് പോകുമ്പോൾ ആപത്ത് തീർച്ചയാണ്. ആ രസാതലത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവരണം.
ഉയർത്തിക്കൊണ്ടുവരാൻ വിഷ്ണു അവതരിച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ വരാഹം ആയി ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചു. ഇതാണ് വരാഹം. അതിൻ്റെ ഫീമെയിൽ രൂപമാണ് വാരാഹി. ആ വാരാഹി എന്ന് പറയുമ്പോൾ വരം എന്ന് പറഞ്ഞാൽ വരം കൂട്ടണം, അഹം സമം വാരാഹി. വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത, അഹം ദിവസം ശ്രേഷ്ഠമായ ദിനം, അഹം ഞാൻ, ടൈമുണ്ടെങ്കിലേ ഞാൻ ഉണ്ടാവുകയുള്ളൂ. വരാഹമൂർത്തിയുടെ നാമം വാക് സ്തംഭനകരി. പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താ ഈ വാക്ക് സ്തംഭിപ്പിക്കുക? വാക് സ്തംഭനകരി എന്ന മൂർത്തി നമ്മളിൽ പ്രവർത്തിക്കണം. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ എൻ്റെ ചാനലിൽ ഞാൻ സംസാരിക്കുമ്പോഴോ ടി വിയിൽ 16 കൊല്ലം സംസാരിച്ചപ്പോഴൊന്നും രണ്ടാമത് മാറ്റേണ്ടതോ എഡിറ്റ് ചെയ്യേണ്ടതോ വന്നിട്ടില്ല. പക്ഷെ പ്രസംഗിക്കുമ്പോഴോ വാക്ക് വേണ്ടാത്ത വാക്ക് പറയുമ്പോൾ കൃത്യമായിട്ട് അതിനെ സ്തംഭിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം നമ്മളിലുണ്ടാകും. ഇതാണ് വാക് സ്തംഭനകരി. നമ്മൾ സംസാരിക്കുമ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ വന്നാലും അതവിടെ പറയരുത്, അത് പ്രസംഗത്തിൽ പറയരുത്. ഞാൻ എഴുത്തുകാരനാണ്, എഴുതുമ്പോൾ അതവിടെ എഴുതണ്ട, ആ വാക്ക് വേണ്ട, വരി വേണ്ട. വാക് സ്തംഭനകരി നമ്മളെ അനുഗ്രഹിച്ചാൽ ജീവിതം സുഖമായി, പിന്നെ ജീവിതമൊന്നും വേണ്ട. വേണ്ടാത്ത വാക്ക് നമ്മൾ പറയുന്നില്ല, വാക്കിനെ സ്തംഭിപ്പിക്കും. തീർന്നില്ല, ഒരു കാര്യം കൂടി പറയണം. ആ വാക് സ്തംഭനകരി 2 രീതിയിൽ നമ്മളെ സഹായിക്കും. ആ ദേവത, ആ മൂർത്തി വാരാഹി ദേവിയുടെ ക്ഷേത്രം തൃത്താലയിൽ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടു. എനിക്കവിടെ പോകാനൊരു അവസരം ഉണ്ടായിട്ടില്ല. അവസരം ഉണ്ടായപ്പോഴും ഞാൻ പോകാതിരിക്കാൻ കാരണം കുറച്ചുകൂടി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഉത്തേജനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വാരാഹി ദേവി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് തൊഴുതിട്ട് കാര്യമില്ല. നല്ലപോലെ പഠിക്കുകയും കുറച്ചും കൂടിയൊക്കെ മനസ്സിലാക്കണം. ഈ വാക് സ്തംഭനകരി വാരാഹി ആ 2 രീതിയിൽ നമ്മളെ സഹായിക്കണം. ഒന്ന്, ഞാൻ സംസാരിക്കുമ്പോൾ വേണ്ടാത്ത കാര്യം, എനിക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ സ്തംഭിപ്പിക്കണം. അതെങ്ങനെ സ്തംഭിപ്പിക്കണം വെച്ചാൽ വാക് സ്തംഭനകരി അതിൻ്റെ ടെക്നിക്കൊക്കെ ചെയ്തോളും, ആ വരി പറയില്ല. അതുകൂടാതെ ആരെങ്കിലും നമ്മളെക്കുറിച്ച് പറയുമ്പോൾ അതും സ്തംഭിക്കണം. അവർക്കത് മുഴുവൻ പൂർത്തിയാക്കാൻ അവർക്ക് പറ്റില്ല. കുറ്റം പറയാൻ തുടങ്ങും ആവശ്യമില്ലാതെ. പക്ഷേ കുറ്റം പറയാൻ തുടങ്ങുമ്പോൾ ആ വാക്ക് സ്തംഭിച്ചു പോകും. വേറൊരു കാര്യം പറയും, ആളെങ്ങോട്ട് തിരിയും, ശ്രോതാവ് വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ഇതാണ് വാക് സ്തംഭനകരി. അർത്ഥതലങ്ങളെക്കുറിച്ച് ചിന്തിച്ചു എന്നേ ഉള്ളൂ. നമസ്കാരം.